Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞണ്ട് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ബിരിയാണി എന്ന് വെച്ചാൽ നമ്മൾ സാധാ വിറകെല്ലാം വെച്ചിട്ടുള്ള അടുപ്പിൽ ഉണ്ടാക്കിയെടുത്ത ബിരിയാണിയാണ്. ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ ഈ ബിരിയാണി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ഞണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 കിലോ കഴുകി വൃത്തിയാക്കിയ ഞണ്ടിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂണ് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ഇതെല്ലാം ചേർത്താണ് ഞാൻ മാരിനേറ്റ് ചെയ്തെടുത്തത്. ഇനി ഞണ്ടിനെ നമുക്ക് ഈ ഓയിലിൽ നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഞണ്ട് നല്ലതുപോലെ ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ഞാൻ മൂനി ഫിഷ് ബിരിയാണി ഗ്രേവി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാക്കിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ടിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായി ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്ത സവാള ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ 1 കിലോ ബിരിയാണി റൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ പകുതി എടുത്ത് ഈ ഞണ്ടിൻ്റെ മസാലൻ്റെ മുകളിലായി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്ത സവാള ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ബാക്കി റൈസും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങയുടെ നീരും ചേർത്തുണ്ടാക്കിയ ഫുഡ് കളർ ഇതുപോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായി 4 ടേബിൾ സ്പൂണ് മല്ലിയില ചെറുതായി അരിഞ്ഞത്, കുറച്ച് റോസ്റ്റ് ചെയ്ത സവാളയും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 3 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ മൂടി ദമ്മിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മളുടെ ഞണ്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.